ഹലോ, ഞാനിപ്പോൾ കോയമ്പത്തൂരാണ്. ഇന്ന് ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ 2 കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വന്നത് ഇവിടെ മധുക്കരയിലുള്ള ഒരു മാരിയമ്മൻ കോവിലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോവിലായിരുന്നു, ദേവീക്ഷേത്രമാണ്. നല്ല അടിപൊളിയായിട്ട് തൊഴുതു, അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നല്ല ചക്കര പൊങ്കലും പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മീനമാസത്തിലെ ഭരണി നാളാണ്. ഈ മീനമാസത്തിലെ ഭരണി നാളിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അമ്പലത്തിൽ പോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി പഴുത്ത ചക്ക വിൽക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചക്ക കഴിക്കാനുള്ള കൊതിയോണ്ട് തന്നെ അപ്പം തന്നെ വാങ്ങിച്ച് കഴിച്ചിട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പട്ടീശ്വര മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വന്ന സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അമ്പലത്തിൽ അന്നദാനം കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ ഏത് ഫുഡ് കഴിച്ചാലും കിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ലൊരു കിടിലൻ അന്നദാനം കഴിച്ചു. ഇവിടെ കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പട്ടീശ്വര മഹാദേവ ക്ഷേത്രം ഭയങ്കര പേര് കേട്ടുള്ളൊരു ക്ഷേത്രമാട്ടോ. ഭയങ്കര പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. AD 2-ാം നൂറ്റാണ്ടിൽ ചോളന്മാർ നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് അലങ്കരിച്ച തൂണുകളും നടരാജ ഭഗവാന്റെ സ്വർണ്ണ പ്രതിമ ഒക്കെ ഉണ്ട് കേട്ടോ. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശിവൻ്റെ സ്വയംഭൂലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. നമുക്ക് ഫോൺ ഒട്ടും അലൗഡ് അല്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് നേരം കൂടി അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ ഇറങ്ങുവാണ്. പക്ഷേ ഫോൺ അതിൻ്റെ ഉള്ളിൽ അലൗഡ് ആണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണിക്കായിരുന്നു. പക്ഷെ അതിനെ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.